ദ ഹോളിഡേ. ക്രിസ്മസ് ഹോളിഡേയുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് സിനിമകളുണ്ട്. അങ്ങനെയുള്ള ഒരു സിനിമയാണ് ദ ഹോളിഡേ. സിനിമയുടെ പേര് ഹോളിഡേ എന്ന് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ്. 2006 ഈ ഒരു സിനിമ റിലീസായത്. ആമസോൺ പ്രൈം അല്ല, ജിയോ സിനിമാസിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം കുറേ പടക്കം ചെന്ന സിനിമയാണ്. അത് മാത്രമല്ല, ഈ ഒരു സിനിമയ്ക്കുള്ള പ്രത്യേകത അതിൻ്റെ കാസ്റ്റിംഗ് തന്നെയാണ്. കേറ്റ് വിൻസ്ലെറ്റ്, ക്യാമറോൺ ഡിയാസ്, ജൂഡ് ലോ, ജാക്ക് ബ്ലാക്ക്, അങ്ങനെ ഒരു വലിയ കാസ്റ്റിംഗ് തന്നെ ഉണ്ട് ഈ ഒരു സിനിമയ്ക്ക്. പിന്നെ ഒരു റൊമാൻറ്റിക് കോമഡി ജോണറിൽ പോകുന്ന ഈ ഒരു സിനിമ 2 മണിക്കൂറോളം പക്ഷേ നമുക്ക് ആ ഒരു 2 മണിക്കൂർ ഫീൽ ചെയ്യാതെ കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. യൂഷ്വലി നമ്മൾ കാണുന്ന ആ ഒരു റോം കോം ക്രാപ്പൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ക്ലീശേ സാധനം അല്ലാതെ കുറച്ച് വ്യത്യസ്തമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സിനിമയാണ്. സിനിമയുടെ സ്റ്റോറി വളരെ സിമ്പിളാണ്. 2 ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് അവരുടെ ഹൗസ് സ്വാപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതായത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീട് മാറാനായിട്ട് തീരുമാനിക്കുന്നു 2 ആഴ്ചത്തേക്ക്. അതായത് ഈ ഒരു ക്രിസ്മസ് ഹോളിഡേ സമയത്ത്. ഒരാളുടെ പേര് അമാൻഡ, ഒരാളുടെ പേര് ഐറിസ്. അമാൻഡയാണോ ഐറിസ് ആണോ? ഐറിസ് ലണ്ടനിലും അമാൻഡ ലോസ് ഏഞ്ചൽസിലുമാണ്. ഇതിൽ അമാൻഡ കുറച്ച് റിച്ചായിട്ടുള്ളൊരു പെൺകുട്ടിയും നമ്മളുടെ ഐറിസ് അത്ര വലിയ റിച്ചൊന്നുമല്ല, എന്നാലും അത്യാവശ്യം കാശൊക്കെ ഉണ്ട്. അപ്പം വീട് വലുതും ചെറുതുമാണ്. അങ്ങനെ ഇവർ സ്വാപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ഇവർ പിറ്റേന്ന് തന്നെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് പോകുന്നു. പിന്നെ ഇവരുടെ ലൈഫിൽ നടക്കുന്ന മാറ്റങ്ങളാണ്. ഇവരുടെ റോംകോമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ റൊമാൻറ്റിക് ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ, ഇവരുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് ഒക്കെയാണ്. ഇവർ 2 ചെല്ലുന്നു, ഇവർ 2 പേരെ കണ്ടുമുട്ടുന്നു, അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു. അതൊക്കെയാണ്. അമ്മാൻ്റെ ഐറിസിൻ്റെ വീട്ടിൽ വരുന്നതും, അങ്ങനെ ഐറിസിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഐറിസിൻ്റെ ബ്രദറിനെ കാണുന്നതും, അവർ തമ്മിൽ ചെറിയൊരു കണക്ഷനൊക്കെ ഉണ്ടാകുന്നു. അതങ്ങനെ പോകുന്ന സമയത്ത് നമ്മളുടെ ഐറിസ് അമാൻഡയുടെ സ്ഥലത്ത് പോകുന്നതും, അമ്മാൻ്റെ അറിയുന്ന ഒരു മൈൽസ് എന്ന് പറയുന്നൊരു ആളെ കണ്ടുമുട്ടുന്നു. അവർ തമ്മിൽ ഒരു റിലേഷനല്ല, അവർ മൈൽസിന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ബ്രേക്കപ്പ് ആകുകയൊക്കെ ചെയ്യുന്നു. ആക്ച്വലി ഇവർ ഈ ഹൗസ് സ്വാപ്പ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ, അതായത് ഈ അമാൻഡയും ഐറിസും തമ്മിലുള്ള കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ 2 പേരെ ഇവരുടെ എക്സ് ബോയ് ഫ്രണ്ട് ചീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷമം മാറാൻ വേണ്ടിയിട്ടാണ് ഇവർ സ്വന്തം ലൈഫിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഈ ഹൗസ് സ്വാപ്പ് ചെയ്ത് പോകുന്നത്. അതിൽ ഈ ഐറിസിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഐറിസ് ഇപ്പോഴും ആ ഒരു എക്സിനായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പോയെങ്കിലും ഇപ്പോഴും ഇഷ്ടമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം അയാളുടെ നെയ്ബറായിട്ടുള്ള, അതായത് ഈ അമാൻഡയുടെ നെയ്ബറായിട്ടുള്ള, ഐറിസ് ഇപ്പോഴാണ് താമസിക്കുന്നത്, ഒരു വലിയ സ്ക്രിപ്റ്റ് റൈറ്ററെ കാണുന്നു. പുള്ളി പ്രായമായവരാണ്. അപ്പം പുള്ളിയുടെ ഒരു ലൈഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ലൈഫിൽ മൊത്തത്തിലൊരു ചേഞ്ച് വരുന്നതാണ് ഈ ഒരു സിനിമ. അവസാനം ഹോളിഡേക്ക് ഒരു ഹാപ്പി എൻഡിങ്ങിലൊക്കെ തീരുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന സിനിമയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇവരുടെ ഒരു അപ്പ് ആൻഡ് ഡൗൺസ്, ഇവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന അപ്പ് ആൻഡ് ഡൗൺസും, അങ്ങനെ ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് ഇട്ടിരുന്ന 2 പേര് എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആവുന്നു എന്നൊക്കെയാണ് ഈ ഒരു സിനിമ കാണിച്ചു പോകുന്നത്. ഒരു ക്രിസ്മസ് ഹോളിഡേക്ക് നമുക്ക് ഇപ്പം ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഗേൾ ഫ്രണ്ടായിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമയാണ് ദ ഹോളിഡേ.